ഏവർക്കും നമസ്കാരം. ഞാൻ വിശാഖ് പാവുമ്പ. ചലഞ്ചറിൻ്റെ ഏറ്റവും പുതിയ ഒരു യൂട്യൂബ് ക്ലാസ്സിലേക്ക് ഏവരെയും സ്വാഗതം ചെയ്യുന്നു. മക്കളെ, നമ്മൾ ഇന്ന് നോക്കാൻ പോകുന്നത് ഒറ്റ ചോദ്യവും അതിൻ്റെ കണക്റ്റഡ് ഫാക്റ്റുകളുമാണ്. അതായത് നമ്മളിപ്പോൾ കഴിഞ്ഞ ഡിഗ്രി പ്രിലിംസ് പരീക്ഷയുടെ ഒരു ചോദ്യവും അതിൻ്റെ കണക്റ്റഡ് ഫാക്റ്റുകളുമാണ്. കലണ്ടർ എന്ന ടോപ്പിക്കിൽ നിന്നും ചോദ്യം വന്ന ഒരു പ്രധാനപ്പെട്ട ചോദ്യവും അതിൻ്റെ റിലേറ്റഡ് ഫാക്റ്റുകളുമാണ് നമ്മൾ ഇന്ന് പരിശോധിക്കുന്നത്. തീർച്ചയായിട്ടും വരാൻ പോകുന്ന പരീക്ഷകളിലും നമുക്കറിയാം ഡിഗ്രി പ്രിലിംസ് ഒരേ ലെവലിലായിരിക്കും പരീക്ഷകൾ നടത്തപ്പെടുന്നത്. അതുകൊണ്ട് തന്നെ ഇനി നടക്കാനിരിക്കുന്ന രണ്ട് ഘട്ടങ്ങളിൽ നമുക്ക് ചോദിക്കാൻ സാധ്യതയുള്ള ഒരു രണ്ട് ചോദ്യങ്ങൾ കൂടിയാണ് ഞാൻ നിങ്ങളെ പരിചയപ്പെടുത്താൻ വരുന്നത്. തീർച്ചയായിട്ടും ഈ ക്ലാസ്സിൻ്റെ അവസാനം വരെ കാണുക. എല്ലാവർക്കും ഉപകാരപ്പെടുന്ന വീഡിയോ ആണ്. മാക്സിമം ഷെയർ ചെയ്യുക. നമ്മുടെ ചോദ്യം ഇങ്ങനെയായിരുന്നു. നമ്മുടെ കഴിഞ്ഞ ഡിഗ്രി പ്രിലിംസിൻ്റെ ഒന്നാം ഘട്ടത്തിലെ ചോദ്യം ഇങ്ങനെയായിരുന്നു: ഇന്ന് തിങ്കളാഴ്ചയാണ്, 61 ദിവസങ്ങൾക്ക് ശേഷം ഏത് ദിവസമാണ്? ഓക്കെ, ഇന്ന് തിങ്കളാഴ്ചയാണ്, 61 ദിവസങ്ങൾക്ക് ശേഷം ഏത് ദിവസമാണ് എന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഓക്കെ, ഞാൻ നിങ്ങളെ പ്രധാനപ്പെട്ട ഒരു 3 കണ്ടീഷൻ പരിചയപ്പെടുത്താം. മക്കളെ, അത് ഇങ്ങനെയാണ്. ഇന്ന് ഒരു ദിവസം പറയും, ഇന്നൊരു തിങ്കളാഴ്ചയാണ് എങ്കിൽ ഇത്ര ദിവസങ്ങൾക്ക് ശേഷമുള്ള ദിവസം ഏത് എന്ന് ചോദിക്കും. അതേപോലെ ഇന്ന് ഒരു ദിവസമാണ്, ബുധനാഴ്ചയാണ്, ഇത്ര ദിവസങ്ങൾക്ക് മുൻപുണ്ടായിരുന്ന ദിവസം ഏത് എന്ന് ചോദിക്കും. അതേപോലെ ഇന്ന് വെള്ളിയാഴ്ചയാണ്, ഇത്രാമത്തെ ദിവസം എന്ന് പറഞ്ഞാൽ മുൻപെന്നോ ശേഷമെന്നോ ഒരു വാക്കില്ലാതെയും ചോദിക്കും. ഓക്കെ, അതായത് ഇന്ന് വെള്ളിയാഴ്ചയാണ്, 150-ാം ദിവസം ഏത്? ഒന്നുകൂടി ഉദാഹരണം പറഞ്ഞാൽ, ഇന്ന് തിങ്കളാഴ്ചയാണ്, 150 ദിവസങ്ങൾക്ക് ശേഷമുള്ള ദിവസം ഏത് എന്ന് ചോദിക്കും. ഇന്ന് തിങ്കളാഴ്ചയാണ്, 150 ദിവസങ്ങൾക്ക് മുൻപുണ്ടായിരുന്ന ദിവസം ഏത് എന്ന് ചോദിക്കും. ഇന്ന് തിങ്കളാഴ്ചയാണ്, 150-ാം ദിവസം ഏത് എന്നും ചോദിക്കും. ഓക്കെ, കാര്യം വ്യക്തമാണെന്ന് മനസ്സിലാക്കുന്നു. നിങ്ങൾ ചെയ്യേണ്ട എത്രയേ ഉള്ളൂ മക്കളെ, ആഫ്റ്റർ അഥവാ ശേഷം, ബിഫോർ അഥവാ മുൻപ്. ആഫ്റ്റർ എന്നോ ബിഫോർ എന്നോ ഈ രണ്ട് വാക്ക് കണ്ടാലും, അതായത് ഇന്ന് തിങ്കൾ, 150 ദിവസങ്ങൾക്ക് ശേഷം, ശേഷം എന്ന വാക്കാണ് ആഫ്റ്റർ. ഇന്ന് ബുധൻ, 150 ദിവസങ്ങൾക്ക് മുൻപ് ബിഫോർ, മുൻപെന്ന വാക്കിന് പകരമാണ് ബിഫോർ. ഈ രണ്ട് വാക്കുകൾ തന്നാലും നിങ്ങൾ ചെയ്യേണ്ടതാണ്, തന്നിരിക്കുന്ന ദിവസത്തെ തന്നെ 7 കൊണ്ട് ഹരിക്കണം. മക്കളെ, തന്നിരിക്കുന്ന ദിവസത്തെ തന്നെ 7 കൊണ്ട് ഹരിക്കണം. ബിഫോർ എന്നോ ആഫ്റ്റർ എന്നോ ഒരു വാക്ക് നിങ്ങൾ കണ്ടാൽ, തന്നിരിക്കുന്ന ദിവസത്തെ തന്നെ, തന്നിരിക്കുന്ന ദിവസങ്ങളുടെ എണ്ണം എത്രയാണോ അതിനെ തന്നെ നിങ്ങൾ 7 കൊണ്ട് ഹരിക്കണം. ഓക്കെ, തന്നിരിക്കുന്ന ദിവസത്തെ തന്നെ 7 കൊണ്ട് ഹരിക്കണം. ഏതൊക്കെ വാക്കാ മക്കളെ? ആഫ്റ്റർ അഥവാ ശേഷം എന്നൊരു വാക്ക് കണ്ടാലും, ബിഫോർ അഥവാ മുൻപ് എന്നൊരു വാക്ക് കണ്ടാലും, അവരാ ചോദ്യത്തിൽ പറഞ്ഞിരിക്കുന്ന സംഖ്യയെ തന്നെ നിങ്ങൾ 7 കൊണ്ട് ഹരിക്കണം. ഓക്കെ, തന്നിരിക്കുന്ന സംഖ്യയെ തന്നെ 7 കൊണ്ട് ഹരിക്കണം. അങ്ങനെ 7 കൊണ്ട് ഹരിച്ചിട്ട് കിട്ടുന്ന ശിഷ്ടം എത്രയാണോ അത് നമ്മൾ ശേഷമാണെങ്കിൽ കൂട്ടി പറയും. ശേഷം കാര്യം ഇനി വരാനിരിക്കുന്ന ദിവസമോ, ഇനി 150 ദിവസങ്ങൾക്ക് ശേഷം ഇനി വരാനിരിക്കുന്ന ഒരു ദിവസമോ, അതുകൊണ്ട് ശേഷമാണെങ്കിൽ നമ്മൾ ആ ദിവസം കിട്ടുന്ന ശിഷ്ടം എത്ര ആണോ അത് കൂട്ടി പറയും. എന്നാൽ ബിഫോർ, ഇന്ന് തിങ്കളാണ്, 150 ദിവസങ്ങൾക്ക് മുൻപ്, മക്കളെ എന്ന് പറഞ്ഞാൽ പിറകിലോട്ട് പോകണം. അപ്പം മുൻപ് എന്നൊരു വാക്ക് കണ്ടാൽ നിങ്ങൾ എന്തോ ചെയ്യണ്ടേ? ഇവിടെ തന്നിരിക്കുന്ന ദിവസത്തെ തന്നെ 7 കൊണ്ട് ഹരിക്കണം. കിട്ടുന്ന ശിഷ്ടം മക്കളെ കുറച്ച് പിറകിലോട്ട് പറയണം. തന്നിരിക്കുന്ന ദിവസത്തിനോട് ആ കിട്ടുന്ന ശിഷ്ടം എത്രയാണോ അത് കുറച്ച് പറയണം. കാര്യം മുൻപാ, പിറകിലോട്ട് പോകേണ്ടതാ. കാര്യം ഇന്നേക്ക് 150 ദിവസം പിറകിൽ പോയി പറയേണ്ടതാ. അപ്പം പിറകിലോട്ട് പോകണം, കുറയ്ക്കണം. അപ്പം ശേഷം അഥവാ ആഫ്റ്റർ എന്ന് കണ്ടാൽ, തന്നിരിക്കുന്ന ദിവസത്തെ തന്നെ 7 കൊണ്ട് ഹരിക്കണം. കിട്ടുന്ന ശിഷ്ടം കൂട്ടി പറയണം. കാര്യം ഇനി വരാൻ പോകുന്നേ അല്ലേ? എന്നാൽ ബിഫോർ എന്നോ അല്ലെങ്കിൽ മുൻപെന്നോ ഒരു വാക്ക് കണ്ടാൽ, തന്നിരിക്കുന്ന സംഖ്യയെ തന്നെ നിങ്ങൾ 7 കൊണ്ട് ഹരിക്കണം. എന്നിട്ട് കിട്ടുന്ന ശിഷ്ടം കുറച്ച് പറയണം. എന്നാൽ ഇനി പറയുന്ന കാര്യം കേട്ടോ, നൺ ഓഫ് ദീസ്, ഈ രണ്ട് വാക്കും ഇല്ല. അതായത് ഉദാഹരണം, ഇന്ന് തിങ്കളാഴ്ചയാണ്, 150-ാം ദിവസം ഏത്? അല്ലെങ്കിൽ ഇന്ന് വെള്ളിയാഴ്ചയാണ്, 250-ാം ദിവസം ഏത്? അല്ലെങ്കിൽ ഇന്ന് ബുധനാഴ്ചയാണ്, 138-ാം ദിവസം ഏത്?
138 ദിവസങ്ങൾക്ക് ശേഷമുള്ള ദിവസമെന്നോ 138 ദിവസങ്ങൾക്ക് മുൻപുണ്ടായ ദിവസമെന്നോ അല്ല ചോദ്യം. 138-ാം ദിവസം ഡയറക്റ്റ് ഇത്രാം ദിവസം ഏത് എന്ന് ചോദിച്ചാൽ തന്നിരിക്കുന്ന ദിവസങ്ങളുടെ എണ്ണത്തിൽ നിന്നും ഒന്ന് കുറയ്ക്കണം മക്കളെ. തന്നിരിക്കുന്ന ദിവസങ്ങളുടെ എണ്ണത്തിൽ നിന്നും ഒന്ന് കുറയ്ക്കണം. തന്നിരിക്കുന്ന ദിവസങ്ങളുടെ എണ്ണത്തിൽ നിന്നും ഒന്ന് കുറയ്ക്കണം. അതിനെയാണ് നിങ്ങൾ 7 കൊണ്ട് ഹരിക്കേണ്ടത്. പറഞ്ഞ മനസ്സിലായോ? തന്നിരിക്കുന്ന ദിവസങ്ങളുടെ എണ്ണത്തിൽ നിന്നും ഒന്ന് കുറയ്ക്കണം. അതിനെയാണ് നിങ്ങൾ 7 കൊണ്ട് ഹരിക്കേണ്ടത്. തന്നിരിക്കുന്ന ദിവസങ്ങളുടെ എണ്ണത്തിൽ നിന്നും ഒന്ന് കുറയ്ക്കണം. അതിനെയാണ് 7 കൊണ്ട് ഹരിക്കേണ്ടത്. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്ക്. ആഫ്റ്റർ എന്നൊരു വാക്കില്ല അവിടെ, ബിഫോർ എന്നൊരു വാക്കില്ല ദാ ഇവിടെ. അപ്പം ഇവിടെ ആഫ്റ്ററും ഇല്ല ബിഫോറും ഇല്ല. അപ്പം എന്തോ ഒന്ന് കുറവില്ലയോ? ആഫ്റ്ററും ഇല്ല ബിഫോറും ഇല്ലെങ്കിൽ എന്തോ ഒന്ന് കുറവുണ്ട് അവിടെ. എന്തോ ഒന്ന് കുറവ് എന്തോ ഒന്ന് കുറവുണ്ട്. അതുകൊണ്ട് തന്നിരിക്കുന്ന ദിവസത്തിൽ നിന്ന് മക്കളെ ഒന്ന് കുറയ്ക്കണം. അതിനെയാണ് നിങ്ങൾ 7 കൊണ്ട് ഹരിക്കേണ്ടത്. അതിനെയാണ് നിങ്ങൾ 7 കൊണ്ട് ഹരിക്കേണ്ടത്. പറഞ്ഞത് മനസ്സിലായോ? പറഞ്ഞത് പിടികിട്ടിയോ? എന്നിട്ടോ കിട്ടുന്ന ശിഷ്ടം എന്ത് ചെയ്യണം? ഇനി വരാൻ പോകുന്നതാണ്. അത് 150-ാം ദിവസം അല്ലെങ്കിൽ 210-ാം ദിവസം 317-ാം ദിവസം ഇനി വരാൻ പോകുന്നതേ ഉള്ളൂ. അതുകൊണ്ട് കിട്ടുന്ന ശിഷ്ടം കൂട്ടി പറയണം. ബിഫോർ വരുമ്പോൾ മാത്രമേ ഉള്ളൂ കിട്ടുന്ന ശിഷ്ടം കുറയ്ക്കേണ്ടി വരുന്നത്. കാര്യം മുൻപുണ്ടായിരുന്നതാണ്. ബാക്കി ഈ 2 കണ്ടീഷനിലും കിട്ടുന്ന ശിഷ്ടം മക്കളെ കൂട്ടിയാണ് പറയേണ്ടത്. പറഞ്ഞ് മനസ്സിലായോ? ഒന്നുകൂടെ പറയാം. ആഫ്റ്റർ എന്നൊരു വാക്ക് കണ്ടാൽ തന്നിരിക്കുന്ന ദിവസങ്ങളുടെ എണ്ണത്തെ തന്നെ 7 കൊണ്ട് ഹരിക്കണം. കിട്ടുന്ന ശിഷ്ടം ആ പറയുന്ന ചോദ്യത്തിൽ പറയുന്ന ദിവസത്തിനോടൊപ്പം കൂട്ടി പറയും. ഇനി ബിഫോർ എന്നൊരു വാക്ക് കണ്ടാലും തന്നിരിക്കുന്ന സംഖ്യയെ തന്നെ 7 കൊണ്ട് ഹരിക്കണം. എന്നിട്ടോ ബിഫോർ എന്ന് പറഞ്ഞാൽ ഇന്നേക്ക് 150 ദിവസം അല്ലെങ്കിൽ ഇന്നേക്ക് 217 ദിവസം പിറകിൽ പോയി പറയണം. ഇന്നേക്ക് പിറകിൽ 217-ാമത്തെ ദിവസം എന്നൊക്കെ ചോദിക്കുന്നത്. അപ്പോൾ നമ്മൾ ചെയ്യുന്നത് എന്താ? തന്നിരിക്കുന്ന ദിവസത്തെ തന്നെ 7 കൊണ്ട് ഹരിക്കണം. കിട്ടുന്ന ശിഷ്ടം കുറച്ച് പറയുന്ന ദിവസത്തിൽ നിന്നും കുറച്ച് പറയണം. അപ്പോൾ ഇവിടെ രണ്ടിടത്തും ചെയ്യണത് എന്താ? ആഫ്റ്റർ എന്നൊരു വാക്ക് കണ്ടാലും മക്കളെ ബിഫോർ എന്നൊരു വാക്ക് കണ്ടാലും എന്ത് ചെയ്യണം? തന്നിരിക്കുന്ന സംഖ്യയെ തന്നെ ഹരിക്കണം. കിട്ടുന്ന ശിഷ്ടം ഇവിടെ കൂട്ടുമെങ്കിൽ ഇവിടെ കുറയ്ക്കണം. ഇനി എന്താ ഇവിടെ ബിഫോർ എന്നോ ആഫ്റ്റർ എന്നോ ഒരു വാക്കില്ല. ഇതൊന്നും ഇല്ലാത്ത ഒരു ചോദ്യമാണ് വരുന്നതെങ്കിൽ മക്കളെ, ഇതൊന്നും ഇല്ലാത്തൊരു ചോദ്യമാണ് വരുന്നതെങ്കിൽ തന്നിരിക്കുന്ന സംഖ്യയിൽ നിന്നും, അതായത് ഇവിടെ ഒന്നുമില്ലടാ, ഇവിടെ ഒന്നുമില്ലാത്ത പാപ്പിടിച്ചനാ, നമ്മൾ എന്ത് ചെയ്യും? ഒന്നുമില്ല, ഒന്ന് കുറയ്ക്കണം. അവിടുന്ന് ഒന്ന് കുറയ്ക്കുക, അതിനെ 7 കൊണ്ട് ഹരിക്കുക. കിട്ടുന്ന ശിഷ്ടം കൂട്ടി പറയുക. ക്ലിയർ അല്ലേ? പറഞ്ഞത് മനസ്സിലായി കാണും എന്ന് കരുതട്ടെ. അങ്ങനെയാണെങ്കിൽ നമ്മുടെ ഇപ്പോൾ നടത്തിയ പ്രിലിംസ് പരീക്ഷയുടെ ചോദ്യം ഇങ്ങനെയാണ്. ഇന്ന് തിങ്കളാഴ്ചയാണ്. 61 ദിവസങ്ങൾക്ക് ശേഷം ഏത് ദിവസമാണ്? കാരണം മക്കളെ 61 ദിവസങ്ങൾക്ക് ശേഷം ഏത് ദിവസമാണ്? ഞാൻ പറഞ്ഞ എത്രയേ ഉള്ളൂ. ശേഷം എന്നൊരു വാക്കോ ബിഫോർ അല്ലെങ്കിൽ മുൻപ് എന്നൊരു വാക്കോ ഉണ്ടെങ്കിൽ തന്നിരിക്കുന്ന ദിവസത്തെ തന്നെ പറയുന്ന ആ ദിവസം എത്രയാണോ അതിനെ തന്നെ നമ്മൾ 7 കൊണ്ട് ഹരിക്കണം. അതിനെ തന്നെ 7 കൊണ്ട് ഹരിക്കുമ്പം 7 8 56. ഓക്കെ, 7 8 56. ശിഷ്ടം എത്ര വരും? 5 എന്ന് വരും. ശിഷ്ടം 5 എന്ന് വരും അല്ലേ? അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം? ഇന്ന് തിങ്കളാഴ്ച എന്നാണ് പറയുന്നത്. തിങ്കളിനോടൊപ്പം കിട്ടിയ ശിഷ്ടം എത്രയാണോ അത് കൂട്ടി പറയണം. കാര്യം ശേഷം, അപ്പോൾ ഇനി വരാനിരിക്കുന്നതേ ഉള്ളൂ. ശേഷം തിങ്കളിനോടൊപ്പം 5 ദിവസം കൂട്ടണം. നമുക്കറിയാം, ഒരു ദിവസം കൂട്ടിയാൽ ചൊവ്വ, ബുധൻ, വ്യാഴം, വെള്ളി, ശനി. ശരിയുത്തരം മക്കളെ ശനിയാണ്. തിങ്കളിനോടൊപ്പം 5 ദിവസം കൂട്ടിയാൽ നമ്മുടെ ശരിയുത്തരം ശനിയാണ്. ഓപ്ഷൻ സി ആണ് ശരിയുത്തരം. ക്ലിയർ? പറഞ്ഞത് മനസ്സിലായി കാണും എന്ന് കരുതട്ടെ. ശേഷം എന്നൊരു വാക്കുണ്ടെങ്കിൽ ഞാൻ പറഞ്ഞ എന്തുവാ? തന്നിരിക്കുന്ന ദിവസത്തെ തന്നെ 7 കൊണ്ട് ഹരിക്കണം. കിട്ടുന്ന ശിഷ്ടം കൂട്ടണം. ഇന്ന് വെള്ളിയാഴ്ചയാണ്. 170 ദിവസങ്ങൾക്ക് ശേഷമുള്ള ദിവസം ഏത്? മക്കളെ ശേഷം എന്നൊരു വാക്ക് വന്നാൽ എന്ത് ചെയ്യണമെന്നാണ് പറഞ്ഞത്? തന്നിരിക്കുന്ന ദിവസത്തെ തന്നെ 7 കൊണ്ട് ഹരിക്കണം. 7 2 14, ശിഷ്ടം 3 30, 7 4 28, ശിഷ്ടം 2. മക്കളെ ശേഷമുള്ള. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യേണ്ടത്? ഇന്ന് വെള്ളി എന്ന് പറയുന്നുണ്ട്.
എങ്കിൽ വെള്ളിയോടൊപ്പം ദാ ഒരു 2 ദിവസം കൂട്ടി പറയണം. ദാ കിട്ടിയ ശിഷ്ടൻ 2, അതുകൊണ്ട് 2 ദിവസം കൂട്ടും. ശനി, ഞായർ. ഞായറാണ് ശരി ഉത്തരം. മനസ്സിലായി കാണും എന്ന് കരുതട്ടെ. ക്ലിയർ അല്ലേ? ദാ അങ്ങനെയെങ്കിൽ ഇന്ന് ഞായറാഴ്ചയാണ്. 150 ദിവസങ്ങൾക്ക് മുമ്പുണ്ടായിരുന്ന മക്കളെ മുമ്പുണ്ടായിരുന്ന ദിവസം ഏത്? 150 ദിവസങ്ങൾക്ക് മുമ്പുണ്ടായിരുന്ന ദിവസം ഏത്? ഞാൻ പറഞ്ഞത് എന്തുവാ? ആഫ്റ്റർ അഥവാ ശേഷം, ബിഫോർ അഥവാ മുൻപ്. ഈ 2 വാക്ക് കണ്ടാലും ചോദ്യത്തിൽ തന്നിരിക്കുന്ന സംഖ്യ എത്രയാണോ അതിനെ തന്നെ 7 കൊണ്ട് ഹരിക്കണമെന്നാണ് പറഞ്ഞത്. ശരിയാണോ? അപ്പോൾ ഇവിടെ തന്നിരിക്കുന്ന 150. 150നെ തന്നെ നമ്മൾ 7 കൊണ്ട് ഹരിക്കുമ്പം 2 7 14. ശിഷ്ടം 1. 10നകത്ത് 1 7 7. ശിഷ്ടം 3. ദാ എന്തോ ചെയ്യേണ്ടത്? എടാ മുമ്പ് പിറകിലോട്ട് പോകണം. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യേണ്ടത്? ഞായറാഴ്ചയോടൊപ്പം, അതായത് ഇന്ന് ഞായറാഴ്ച എന്ന് പറയുന്നു, ഞായറാഴ്ചയിൽ നിന്ന് മക്കളെ ഇതാ കിട്ടിയ ശിഷ്ടമായ 3 ദിവസം കുറയ്ക്കണം. ഞായറാഴ്ചയിൽ നിന്ന് 3 ദിവസം കുറയ്ക്കണം. നമുക്കറിയാം ഞായറാഴ്ചയോട് 1 ദിവസം കുറച്ചാൽ ശനി, ഒന്നുകൂടെ കുറച്ചാൽ വെള്ളി, ഒന്നുകൂടെ കുറച്ചാൽ വ്യാഴം. വ്യാഴമാണ് ശരി ഉത്തരം. ദാ പറഞ്ഞത് മനസ്സിലായി കാണും എന്ന് കരുതട്ടെ. ഓക്കെ അല്ലേ? വ്യാഴം, അതായത് ഇന്നേക്ക് 150 ദിവസങ്ങൾക്ക് മുമ്പുണ്ടായിരുന്ന ദിവസം മക്കളെ വ്യാഴം. ഓക്കെ. ദാ അടുത്ത ചോദ്യം ഇങ്ങനെ, ഇന്ന് വ്യാഴാഴ്ചയാണ്. 245 ദിവസങ്ങൾക്ക് മുമ്പുണ്ടായിരുന്ന ദിവസം ഏത്? എടാ 245 ദിവസങ്ങൾക്ക് മുമ്പുണ്ടായിരുന്ന ദിവസം. മുമ്പുണ്ടായിരുന്ന ദിവസം. ഓക്കെ മക്കളെ, മുമ്പുണ്ടായിരുന്ന ദിവസം. മുൻപ് എന്നൊരു വാക്ക് വന്നാൽ എന്ത് ചെയ്യണമെന്നാണ് പറഞ്ഞത്? തന്നിരിക്കുന്ന ദിവസത്തെ തന്നെ 7 കൊണ്ട് ഹരിക്കണം. 7 3 21. ശിഷ്ടം 3 35നകത്തിൽ 7 5 35. ശിഷ്ടം 0. മക്കളെ ശിഷ്ടം 0. അപ്പോൾ നമ്മൾ എന്തോ ചെയ്യേണ്ടത്? ഇന്ന് വ്യാഴം എന്ന് പറയുന്നു. ഇന്ന് വ്യാഴം. വ്യാഴത്തിൽ നിന്ന് മക്കളെ എത്ര ദിവസം കുറയ്ക്കേണ്ടത്? 0. വ്യാഴത്തിനോട് 0 ദിവസം കുറയ്ക്കാന്ന് പറഞ്ഞാൽ 1 ദിവസം പോലും കുറയ്ക്കണ്ട. ഉത്തരം ആര് തന്നെ. കാര്യം കുറയ്ക്കേണ്ട എന്തുകൊണ്ടാ? മുമ്പ് പിറകിലോട്ടാ പോകണ്ടേ, അതുകൊണ്ട് കുറയ്ക്കണം. അപ്പം വ്യാഴത്തിനോടൊപ്പം 0 ദിവസം കുറച്ചാൽ ഉത്തരം മക്കളെ വ്യാഴം തന്നെയാ. വ്യക്തമല്ലേ? കാര്യം ക്ലിയർ ആയി കാണുമെന്ന് കരുതട്ടെ. എന്താ നോക്കിയേ, ഇന്ന് വ്യാഴാഴ്ചയാണ്. 120ാം ദിവസം ഏത്? 120ാം ദിവസം. മുമ്പെന്നൊരു വാക്കില്ല, ശേഷമെന്നൊരു വാക്കില്ല. 120ാം ദിവസം ഏത് എന്ന് ഡയറക്റ്റ് ചോദിച്ചിരിക്കുമോ? ഞാൻ എന്താ പറഞ്ഞത്? ഇങ്ങനൊരു ചോദ്യം വന്നാൽ മക്കളെ തന്നിരിക്കുന്ന സംഖ്യയിൽ നിന്നും, അതായത് മുമ്പെന്ന വാക്കില്ല, ശേഷം എന്ന വാക്കില്ല, ഇല്ലാത്തപ്പോൾ എന്തോ ഒന്ന് കുറവുണ്ട്. ഇല്ല എന്തോ ഒന്ന് കുറവുണ്ട്. ഒന്ന് കുറവുണ്ടെങ്കിൽ മക്കളെ ഒന്ന് കുറയ്ക്കണം. 120ൽ നിന്ന് 1 കുറച്ച് 119. 119നെ 7 കൊണ്ട് ഹരിക്കണം. 1 7 7. ശിഷ്ടം മക്കളെ 4. 49നകത്തിൽ 7 7 49. ശിഷ്ടം 0 എന്ന് വരും അല്ലേ? ശിഷ്ടം 0 എന്ന് വരും. നമ്മൾ എന്തോ ചെയ്യേണ്ടത്? ഇന്ന് വ്യാഴം എന്ന് പറയുന്നു മക്കളെ. ഇന്ന് വ്യാഴം. ദാ കിട്ടുന്ന ശിഷ്ടം 0. ശിഷ്ടം എന്ത് ചെയ്യണം മക്കളെ? കൂട്ടണം. കാര്യം 120ാം ദിവസം, ഇനി വരാൻ പോകുന്ന ദിവസത്തെക്കുറിച്ചാണ്, ഇനി വരാൻ പോകുന്നതിനെക്കുറിച്ചാണ്. അതുകൊണ്ട് വ്യാഴത്തിനോടൊപ്പം ദാ 0 കൂട്ടുന്നു. നമ്മുടെ ഉത്തരം കിട്ടുന്നു വ്യാഴം എന്ന് തന്നെ. നമ്മുടെ ഉത്തരം മക്കളെ വ്യാഴം തന്നെ. വ്യക്തമല്ലേ? മനസ്സിലായി കാണും എന്ന് കരുതട്ടെ. ഇന്ന് ചൊവ്വാഴ്ചയാണ്. 250ാം ദിവസം ഏത്? 250ാം ദിവസം. ആഫ്റ്റർ എന്നൊരു വാക്കില്ല, ബിഫോർ എന്നൊരു വാക്കില്ല. ആഫ്റ്ററും ഇല്ല, ബിഫോറും ഇല്ല. ഡയറക്റ്റ് 250ാം ദിവസം ചോദിച്ചാൽ ഞാൻ പറഞ്ഞ എന്തുവാ? 250ൽ നിന്ന് 1 കുറയ്ക്കണം. എന്തോ ഒന്ന് കുറവുണ്ട്. കുറവുണ്ടെങ്കിൽ 1 കുറയ്ക്കണം. 249. അതിനെയാണ് നമ്മൾ 7 കൊണ്ട് ഹരിക്കേണ്ടത്. 7 3 21. ശിഷ്ടം 3. 39നകത്തിൽ 7 5 35. ശിഷ്ടം 4. മക്കളെ ശിഷ്ടം 4. എന്തോ ചെയ്യണ്ടേ? പറ. അതായത് ഇന്ന് ചൊവ്വയെന്ന് പറയുന്നു. ഇന്ന് ചൊവ്വ എങ്കിൽ ചൊവ്വയോടൊപ്പം കിട്ടിയ ശിഷ്ടം 4 ദിവസം കൂട്ടി പറയണം. കാര്യം ഇനി വരാൻ പോകുന്നയാ 250ാം ദിവസം, ഇനി വരാൻ പോകുന്നയാ. അപ്പം ചൊവ്വയോടൊപ്പം 4 ദിവസം കൂട്ടിയാൽ ബുധൻ, വ്യാഴം, വെള്ളി, ശനി.
ശനിയാണ് ശരിയുത്തരം. അതായത് ഇനി വരാൻ പോകുന്ന 250 ദിവസമാണ് കണ്ടെത്തേണ്ടത്. ഉത്തരം ശനിയാണ്. ക്ലിയർ അല്ലേ? പറഞ്ഞത് മനസ്സിലായി കാണും എന്ന് കരുതട്ടെ. അപ്പോൾ നമ്മൾ പറഞ്ഞെന്തുവാ, ആഫ്റ്റർ എന്നും ബിഫോർ എന്നും ഒരു വാക്കുണ്ടെങ്കിൽ തന്നിരിക്കുന്ന സംഖ്യയെ തന്നെ 7 കൊണ്ട് ഹരിക്കണം. ആഫ്റ്ററിലാണെങ്കിൽ കിട്ടുന്ന ശിഷ്ടം കൂട്ടണം, ബിഫോർ ആണെങ്കിൽ കിട്ടുന്ന ശിഷ്ടം കുറയ്ക്കണം. ഇത് രണ്ടും ഇല്ലാത്തടത്ത് തന്നിരിക്കുന്ന സംഖ്യയിൽ നിന്നും 1 കുറയ്ക്കണം. കിട്ടുന്ന എന്നിട്ട് 7 കൊണ്ട് ഹരിക്കണം. കിട്ടുന്ന ശിഷ്ടം മക്കളെ കൂട്ടി 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 പറയും. പറഞ്ഞത് ഓക്കെ അല്ലേ? ക്ലിയർ ആണെന്ന് കരുതുന്നു. നമുക്ക് ഇതേപോലുള്ള കൂടുതൽ ടിപ്സുമായിട്ട് അടുത്ത ക്ലാസ്സിൽ വീണ്ടും കണ്ടുമുട്ടാം. അതുവരെ എല്ലാവർക്കും നന്ദി, നമസ്കാരം. ബൈ ഫ്രം വിശാഖ് പാവുമ്പ.